ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഓ പ്രിയേ നിൻ പ്രാണനിലുണരും ഗാനം. അറിയാതെ ആത്മാവിൻ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അനുമോളും അനീഷും തമ്മിലുള്ള പ്രണയമായ അനുരാഗം. അതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾക്ക് നല്ല രീതിയിലുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രണയം എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രണയിക്കാനൊക്കെ എന്ന് പറഞ്ഞ് വിമ്പി നിൽക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടിഞ്ഞാണ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ തമാശ കാര്യമാകുകയാണോ എന്നുള്ള തരത്തിൽ. ഏതായാലും അവർ ആദിലയുമായിട്ട് പറയുന്ന കാര്യമുണ്ട്, അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ടിട്ട് വരാം. ഇതിൻ്റെ അകത്ത് ആദില കളിക്കുന്ന ഒരു കളിയും കൂടെ ഉണ്ട്. വർഷത്തിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആദ്യത്തെ ചോദിച്ചത്? കഴിച്ചാലോ കേക്കത് സുഖമുണ്ട്. അന്ന് നിന്നോടല്ലേ പറഞ്ഞത്, നീ എന്നെ പറഞ്ഞത് നീ കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ. ഉള്ളിക്ക് നീ കല്യാണം കഴിക്കാൻ നിന്നോടൊക്കെ നോക്കണപ്പാണെങ്കിൽ എങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റോടൊന്നാണല്ലോ ഫ്രണ്ടൊന്നും വിളിക്കില്ല. അതിനുള്ള ബോധമൊന്നുമില്ല. അപ്പോൾ ആദില പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാസ്റ്റ് ദിവസമൊന്നും വന്നിട്ട് ലവ് ട്രാക്ക് ഒന്നും പിടിക്കാൻ പോകുന്നില്ല, അതിനുള്ള ബോധം അനീഷിനില്ല. പക്ഷെ അനീഷിന്റെ സംസാരം കേട്ടപ്പോഴേ അനീഷ് ഭയങ്കരമായിട്ടുള്ള സീരിയസിലാന്ന് പറയുന്നത്. അതായത് ഇത് ലവ് ട്രാക്കോ ഇത് അഭിനയമോ ഒന്നും അല്ല, അയാൾക്ക് അങ്ങനെയൊന്നും അഭിനയിക്കാൻ അറിയില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതില്. അപ്പൊ അയാൾ സീരിയസ് ആയിട്ട് ശരിക്കും പറഞ്ഞ അനുമോളെ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അനുമോളെ അയാൾ ഒരു പ്രത്യേക രീതിയിൽ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അയാളുടെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു സംഭവമുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് അയാളെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ പല സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ അനുമോളി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവരൊരു നടിയാണ്, അവർ ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കും. പക്ഷെ ഈ അനീഷിനെ സംബന്ധിച്ചൊന്നും തന്നെ അഭിനയം പറ്റൂലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവിടെ മിക്ക ആൾക്കാരൊന്നും തന്നെ അഭിനയിക്കുകയാണ്. ഇവിടെ ഒറിജിനലായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് അങ്ങനെ അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ നടിമാരാണ്, നടന്മാരാണ്, നടിമാരാണ്. അവർക്ക് ഇതൊക്കെ ശീലമാണ്. ഒരു നടി എന്ന നിലയിലും ഒരു നടൻ എന്ന നിലയിലും പല ആൾക്കാരെ പ്രേമിച്ചിട്ടുണ്ടാകും, പല ആൾക്കാരുമായിട്ട് പിന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടാകും. സീരിയലിലും സിനിമയിലും ആണ്, അല്ല ജീവിതത്തിലല്ല. സീരിയലിലും സിനിമയിലും ഇവരിങ്ങനെ ഇതുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊരു അഭിനയമാണ്. ഇപ്പൊ നമ്മൾ മോഹൻലാലും പിന്നെ മമ്മൂട്ടി ആയാലും സുരേഷ് ഗോപി ആയാലും അല്ലെ മറ്റുള്ളവരായാലും അവരൊക്കെ വിവാഹം കഴിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴായി ഇത് ഒറിജിനൽ കുടുംബമാണോ എന്ന് വരെ നമുക്ക് തോന്നാറുണ്ട്. അത് അവരുടെ കഴിവാണ്. അതുപോലെ ചിലപ്പോഴേ അനുമോൾ ഇവിടെ അഭിനയിച്ചിട്ടുണ്ടാകും. അനുമോൾ അഭിനയിക്കുമ്പോൾ ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകും ഇത് സീരിയസ്, ഇത് ഭയങ്കര ഇതാണ്, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതിനൊന്നും നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അനുമോളൊക്കെ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് എന്തിനാ പിന്നെ ഇത് അനീഷിന് അല്ല, അനുമോൾക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ട്, ഉള്ളിൽ നല്ല ഇഷ്ടമുണ്ട്. പക്ഷേ വീട്ടുകാരെന്ത് വിചാരിക്കും? അത് മാത്രമല്ല, എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരേ പിന്നെ അങ്ങനെയുള്ള എല്ലാ പ്രശ്നവും ഉണ്ട്. അനുമോളുടെ എനിക്ക് തോന്നുന്നത് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഒരു അങ്ങനെയുള്ള ഒരു ചിന്ത ഇതൊക്കെയുള്ള ഒരു എന്താ പറയുക അവരുടേതായ ഇതിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഭയമുണ്ട്. കാരണം വീട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് പറയും എന്നൊന്നും അറിയില്ലല്ലോ. അതായത് അനുമോൾ എന്ന് പറഞ്ഞ ഒരു നാടൻ പ്രദേശത്ത് വളർന്ന, അല്ലെങ്കിൽ എന്താ പറയുക അനുമോള് അല്ല, അനുമോളുടെ അച്ഛനമ്മമാര് അവരങ്ങനെ വളർന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പ്രതീക്ഷ വേറെ ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല, ഇയാളൊരു പിന്നെ എന്ന് വെച്ചാൽ അതൊരു പ്രശ്നമല്ലെങ്കിലും ഇദ്ദേഹം തന്നെ ആദ്യം തന്നെ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കടുത്ത സ്ത്രീ വിരോധി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്ന ഒരു പിടുത്തമില്ല. ഇപ്പം എന്തെങ്കിലും സംഭവിക്കും. കാരണം അനീഷ് ഭയങ്കര സ്ട്രോങ്ങിലാണ്. ഇതിപ്പോൾ വോട്ടിങ്ങിനെ തന്നെ മാറ്റി മറിക്കുന്ന എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്.
ഈ അനുമോള് ഈ പിന്നെ അനീഷ് കോംബോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അനുമോള് അവിടെ ജെനുവിനായിട്ട് നിന്നോ? അതാണ് എൻ്റെ ചോദ്യം. ഒരു മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ആദ്യം തന്നെ അങ്ങനെ ഒരു ഇത് വേണ്ടേ? അപ്പോൾ ആദില പറയുന്നൊരു കാര്യമുണ്ട്, നീയല്ലേ പറഞ്ഞത് അയാളുമായിട്ട് അയാളെ കല്യാണമൊന്നും കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് പണ്ടേ അറിയാം, ഇവർക്ക് കുറച്ച് നാൾ മുന്നേ അറിയാം ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇവരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം, അതായത് അനുമോൾക്ക് ചെറിയ താല്പര്യമുണ്ട്, ഉള്ള കാര്യം ഇതാണ്, വേറെ ഒന്നുമല്ല. അനുമോൾക്ക് അതിൻ്റെ അകത്ത് നല്ല താല്പര്യമുണ്ട്. പക്ഷേ തുറന്നു പറയാൻ മടിയാണ്, തുറന്നു പറയാൻ പേടിയാണ്. അതുമാത്രവുമല്ല, ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഇനി എന്തായിരിക്കും റിയാക്ഷൻ, ആൾക്കാർ എന്താ വിചാരിക്കും എന്നുള്ള ഭയമുണ്ട്. നല്ല രീതിയിൽ തൻ്റെ വോട്ടിങ്ങിനെ തന്നെ ബാധിക്കുമോ എന്നുള്ള ഭയമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കോംബോ ഒന്നും പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷ് വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഒരു കുടുംബിനിയായിട്ട് കഴിയാൻ ഇപ്പോൾ ആഗ്രഹിക്കാത്തൊരു പെണ്ണാണ്. അതായത് അവർക്കെന്ന് പറയുന്നത് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ട്, കുറച്ചുകൂടി അഭിനയ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അനീഷുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒക്കത്തില്ല. അതായത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു പിരിയത്തേ ഉള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കളികൾ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. അതായത് ഇന്നലെ അനീഷ് ഫാൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ അഭിനയമാണിത്. ഞാൻ പറയുകയാണ്, ഇത് അനീഷിന്റെ അഭിനയമല്ല, അനുമോളുടെ അഭിനയമാണ്. അനുമോളുടെ തന്നെ അഭിനയമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഇവർക്ക് പിന്നെ എന്താ പറയുക, നമ്മൾ എന്ത് റിവ്യൂ പറയാനും എന്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജവധം ചെയ്യാനൊന്നുമല്ല. പക്ഷേ ഒരിക്കലും ഇവർ തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് അനുമോൾക്കൊരു തലവേദനയാകും. കാരണം അനുമോള് എനിക്ക് തോന്നുന്നത് അവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ അവർക്ക് ഇപ്പോഴൊന്നും വിവാഹമല്ല അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം, അതായത് ജീവിതം തന്നെ പടുത്തുയർത്തുകയാണ്. അവരെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ അവരിന്ന് സംസാരിക്കുന്നത് കേട്ടു. പക്ഷേ ബിഗ് ബോസിൽ വരുന്നവർക്കൊക്കെ ദാരിദ്ര്യം കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിഗ് ബോസിൽ വന്ന് അവരുടെ സഹോദരിമാരെയും സഹോദരന്മാരെയും കല്യാണം കഴിച്ചവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഷ്ടിക്ക വകയില്ലാത്തവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും പറയുന്നത് ഞങ്ങളാ വീടെടുത്ത് കൊടുത്തത് എന്നുള്ളതാണ്. നമ്മളൊക്കെ നാടൻ പണിക്കാരാണ്, നമ്മളൊക്കെ സ്വന്തമായിട്ട് എടുത്ത വീടാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും പൈസ പറ്റിച്ചിട്ട് എടുത്ത വീടൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയാണ് ബിഗ് ബോസിൽ വരുന്നവരുടെ ഫാമിലികൾക്ക് മാത്രം ഇതുപോലെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവന് വീട് എടുത്തു കൊടുക്കണം എന്നുള്ള നിയമം വരുന്നൊന്നും നമുക്കറിയില്ല. എല്ലാവർക്കും അത് തന്നെയാണ്. ഇനിയിപ്പോൾ അക്ബർ വലിയ ദാരിദ്ര്യം പറയുന്നുണ്ട്. 80,000 റുപ്യ വീട് ലോൺ തന്നെ അടക്കാനുണ്ട്, കാർ ലോണ് വേറെ ഏകദേശം ഒരു ലക്ഷത്തിനടുക്ക വരും അവൻ്റെ ലോണ് മാത്രം എന്ന് പറയുന്നുണ്ട്. ഒരു മാസം അടവാണ്. അപ്പോൾ അവൻ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടാകും? ആ ഇവനാണ് പാവപ്പെട്ടവൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 80,000 റുപ്യ ലോൺ അടക്കാനുള്ളവന് മാത്രമേ കടം കൊടുക്കത്തുള്ളൂ ബാങ്ക്, അല്ലാതെ ആർക്കും കടം കൊടുക്കത്തില്ല. അതിൻ്റെ വരുമാനം ഉണ്ട് എന്ന് അവർക്ക് അറിയണം, എന്നാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഏതായാലും അനുമോളുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷിൻ്റെയും പ്രണയവിശേഷങ്ങൾ ഇനി കുറച്ചും കൂടി നമുക്ക് കാണാനുണ്ട്. അപ്പോഴേ അടുത്ത വീഡിയോ ആയിട്ട് വരും. നന്ദി, നമസ്കാരം. ജന്മങ്ങളാൽ പുണ്യോദയങ്ങളാൽ നീ എൻ്റെ ജീവനിൽ കണ്ണീരുമാ